എന്തായാലും സുജാതയെ നിത്യം കോടതി പോകാൻ തീരുമാനിച്ച കാര്യം നല്ലതാ. ഞാനും അതന്നെ രാമകൃഷ്ണേട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളുമായി ഒരു ബന്ധമില്ലാത്തൊരു കേസാണെങ്കിലും ഇതിൽ അവനെ ശിക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യം. ഇനി നമ്മൾ അവിടെ ചെല്ലുകയും അവന് ശിക്ഷ കിട്ടുകയും കൂടി ചെയ്താൽ കൊന്നതിന്റെ ശിക്ഷയായിട്ടല്ല, നമ്മൾ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്ന് അവൻ പറയും. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എവിടെ എത്തില്ല. കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരിക്കാനും പറ്റില്ല. സുജാത എന്തായാലും പോകാൻ തീരുമാനിച്ചല്ലോ. സുജാതയ്ക്ക് കോടതിയിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ നിർബന്ധമായിട്ടും പോണമെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. രഘു സാറേ, സുജാതയെ നിത്യം കോടതി പോകുന്നത് ജീവനെ കാണാനൊന്നും അല്ലല്ലോ. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. അതിന് സുജാത സത്യസന്ധമായിട്ട് മറുപടി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോ അതൊന്നും അല്ല രാമകൃഷ്ണന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, റിട്ടയർമെന്റിന്റെ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി ഒരു യാത്ര പോകാനുണ്ടെന്ന്. എനിക്ക് പോകേണ്ടതും ഇവർക്ക് കോടതിയിൽ ഹാജരാവേണ്ടത് ഒരേ ദിവസം. അതിപ്പോ എന്താ ചെയ്യാ? അല്ല, ഇവര് കോടതിയിലോട്ട് പോകട്ടെ, ഇവരെ കൊണ്ടുപോകാൻ ഹരിയില്ലേ? രാമകൃഷ്ണേട്ടാ, പോണോ പോകണ്ടോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ ഇത്രയും നേരം വരെ. പക്ഷേ ഇപ്പൊ പോണോന്ന് തന്നെയാ തീരുമാനിച്ചത്. കോടതിയുടെ മുൻപിൽ ഒരു കൊലപാതകം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു കുറ്റം മാത്രമല്ല അവൻ ചെയ്തത്. അവനെടുത്ത ജീവനുകൾ വേറെയുണ്ട്. അവന് ശിക്ഷ കിട്ടാതെ പോവരുത്. അതിന് നമ്മളിൽ നിന്ന് എന്ത് മറുപടിയാണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കണം. അമ്മ, ഇത് നിത്യാவோட அப்பாவுக்கு நீதி கொடுக்கறதுக்கு உங்களுக்கு கிடைச்ச டைம் தான் அம்மா. இனி இந்த மாதிரி சான்ஸ் வராது அம்மா. நீங்க கண்டிப்பா போனம்மா. நித்யா மேடத்தை பண்ணிதெல்லாம் கோடதி முன்னாடியே சொல்லணும். அந்த கொலைகாரனை வெറുതെ വിടக்கூடாதம்மா. സുജാതേ, നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് പോണം കേട്ടോ. തനിക്ക് കോടതി പോകാൻ പേടിയുണ്ടോ? വീണ്ടും ജീവന്റെ മുന്നിൽ പോയി നിൽക്കണ്ടേ? അതും ഇതെല്ലാം കഴിഞ്ഞിട്ട്. എനിക്ക് പേടിയില്ല ഹരി. അങ്ങനെ ഞാൻ പേടിക്കുമായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ ചെന്ന് അയാളെ കാണുമായിരുന്നോ? നമ്മൾ തമ്മിൽ ഒന്നിച്ച് ചേരാൻ പോകുന്ന കാര്യം അയാളോട് പറയുമായിരുന്നോ? എനിക്കിപ്പോ ഒരു പേടിയുമില്ല. എന്തിനാ നമ്മൾ പേടിക്കുന്നേ? എപ്പോഴാ നമ്മൾ പേടിക്കുന്നേ?